ഇന്നൊരുപാട് വില കൂടിയ വാക്കാ മതേതരത്വം. പക്ഷെ എന്തായി മതേതരത്വം എന്ന് പറയുന്നത്? എൻ്റെ മതം മാത്രം മതി. ചിലർക്ക് അങ്ങനെ തോന്നാം അതാണ് മതേതരത്വം എന്ന്. മതേതരത്വം എന്താ? എല്ലാ മതങ്ങളെയും ഒരുപോലെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭരണത്തിലുള്ളവരും രാഷ്ട്രീയത്തിലുള്ളവരും അല്ലാത്തവരുമെല്ലാം. എൻ്റെ മതം മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് മതഭ്രാന്താകും. ആനുകൂല്യങ്ങളെല്ലാം എനിക്ക് മാത്രം മതി, എൻ്റെ മതത്തിലുള്ളവർക്ക് മാത്രം മതി എന്ന് പറയുമ്പോൾ അത് മതേതരത്തിന് നേരെ വിപരീതമാണ്. മതേതരത്വം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മതങ്ങളുള്ള ഈ നാട്ടിൽ എല്ലാ മതങ്ങൾക്കും ജീവിക്കാനുള്ള അവസരം കൊടുക്കലാണ്. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് മതത്തിലേക്ക് മാറാനും അതനുസരിച്ച് ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. ഇനി ഒരു മതവും വേണ്ടേ? അങ്ങനെയേ ആകാം. അതാണ് മതേതരത്വം. അതല്ലാതെ എൻ്റെ മതം അതാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് എല്ലാവരും അതിൽ ചേർന്ന് കൊള്ളണം, അല്ലാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് മതേതരത്വത്തിന് എതിരാണ്. നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് മതേതരത്വമാണ് പിൻചെല്ലുന്നത്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മതങ്ങളില്ലാതാകും എന്നാരും കരുതണ്ട, അതെന്നും ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇവിടെ മതേതരത്വം പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും യാതൊരു തരത്തിലുള്ള വിവേചനയും കൂടാതെ തുല്യമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കുക. ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവസരം കൊടുക്കുക. അതല്ലാതെ ഏതെങ്കിലും മതം മാത്രം മതി, അല്ലെങ്കിൽ എൻ്റെ മതം അല്ലാത്തതെല്ലാം ഇവിടെ ഇല്ലാതാകണം, എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് മാത്രം മതി, അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും, ആരെയും സ്വാധീനിക്കും, അതെല്ലാം മതഭ്രാന്താണ്. മതേതരത്വം പറയാം, പക്ഷെ അതിൻ്റെ പിന്നിൽ സത്യസന്ധത വേണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വമായിരിക്കണം അത്, അല്ലാത്തതെല്ലാം മതഭ്രാന്താണ്.